Good afternoon. Let us start our class. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് തേർഡ് ലെസൺ, അതായത് എന്താ, കുട്ടികളെ കണ്ട് പഠിക്കൂ അല്ലെ, അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ ആൻസറും അർത്ഥവും ഒക്കെ നമുക്കൊന്ന് പറയാം അല്ലെ. ഇപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് വായിക്കാനുണ്ട് കുറച്ച് പേർ കൂടി അല്ലെ. എല്ലാരും വായിക്കാൻ പഠിച്ചില്ലേ? നല്ലപോലെ വായിച്ചിട്ടുണ്ടായിരുന്നോ എല്ലാവരും? എല്ലാരും വെറുതെ പറഞ്ഞല്ലോ, വായിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഗുഡ്. അപ്പോ നമുക്ക് ഇനി സെക്കൻഡ് ലെസന്റെ ഒരു എക്സാം ഇടണ്ടേ? അടുത്ത ഒരു ക്ലാസ്സിൽ, അതായത് നാളെ ഇല്ലല്ലോ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സില്, അതായത് വ്യാഴാഴ്ച അല്ലെ, തേഴ്സ്ഡേ ഒരു എക്സാം ഉണ്ടാവുവേ. സെക്കൻഡ് ലെസൺ ഏതാ? എന്റെ കുട്ടിക്കാലം അല്ലെ. ഗാന്ധിജിയുടെ എന്റെ കുട്ടിക്കാലം എന്ന പാഠത്തിന്റെ ഒരു എക്സാം. എല്ലാരും നോട്ട് കംപ്ലീറ്റ് ആക്കിയല്ലേ? സെക്കൻഡ് ലെസന്റെ എല്ലാം കംപ്ലീറ്റ് ആയല്ലോ. അപ്പൊ അത് പഠിക്കണം എല്ലാവരും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഫോർത്തിൻ്റെത് ആയിട്ടില്ല, അവർക്കറിയാം, അപ്പൊ ഇല്ല പഠിക്കാൻ. ഗാന്ധിജിയുടെ പാഠത്തിന്റെ അർത്ഥവും ക്വസ്റ്റ്യൻ ആൻസറും ഒക്കെ പഠിക്കണേ. നമ്മളത് പഠിച്ചില്ലേ ഗാന്ധിജിയുടെ? ഇതല്ലേ, ഇത് കഴിഞ്ഞില്ലേ? ഇതെല്ലാം ഞാൻ പറഞ്ഞതല്ലേ? എന്താ മോളെ? എന്തേ പണിക്കുട്ടി? അല്ല, അതൊന്നും ഉണ്ടാവില്ല. ഇല്ല, പഠനം ഏതൊക്കെയാണെന്നറിയാം. മിസ് ക്വസ്റ്റ്യൻ ആൻസർ എഴുതി തന്നില്ലേ നോട്ടില്? ഞാൻ നോട്ടിൽ എഴുതി തന്ന സെന്റൻസേ ഉള്ളൂ. അതായത് അർത്ഥം, ഓപ്പോസിറ്റ് വേർഡ്, തിരിച്ചെഴുതുക, ചേർത്ത് എഴുതുക, വിട്ടുപോയ പദം എഴുതുക, പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ. ഇത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ എക്സാമിന്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. അപ്പൊ ഇന്ന്, അതായത് തേർഡ് ലെസന്റെ പഠന പ്രവർത്തനങ്ങൾ എടുക്കുക. എന്താണ്? പേജ് നമ്പർ 14. All of you take your textbook. ടെക്സ്റ്റ് ബുക്ക് എടുത്തില്ലേ എല്ലാവരും? രണ്ടാമത്തെ പാഠത്തിന്റെ എല്ലാരും കംപ്ലീറ്റ് ആണല്ലോ നോട്ട്? കൈ കാണിച്ചേ. അപ്പൊ രണ്ടാമത്തെ പാഠത്തിന്റെ എല്ലാവരും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ഇനി അഥവാ ആരെങ്കിലും കംപ്ലീറ്റ് ആക്കാതെ ക്വസ്റ്റ്യൻ ആൻസർ കാണാതെയോ ഒക്കെ ഉണ്ടെങ്കിൽ മിസ്സിനെ വിളിച്ചാൽ മതി കേട്ടോ, സെൻഡ് ചെയ്ത് തരാം. അപ്പോ ഇന്നത്തത് പേജ് നമ്പർ 14 എടുത്തോ. പഠന പ്രവർത്തനങ്ങൾ. നമ്മളെ കഥ നല്ലപോലെ മനസ്സിലായില്ല നിങ്ങൾക്ക്? എന്റെ കുട്ടികളെ കണ്ട് പഠിക്കൂ എന്ന പാഠം ഓക്കെ ആണോ? ഓക്കെ. അപ്പോ പഠന പ്രവർത്തനങ്ങൾ, അതില് വലയത്തിൽ നിന്നും ശരിയായ അർത്ഥം കണ്ടുപിടിക്കാം അല്ലെ. എന്താണ് അർത്ഥം എഴുതുക എന്നുള്ളതാണ് അല്ലെ അത്. അപ്പൊ എന്താ? രോദനം. അവിടെ എഴുതണേ മിസ് പറയുന്നത്. രോദനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ക്ലാസ് ടൈമിൽ മിസ് പറഞ്ഞാണ്. എന്താ അർത്ഥം? ഓക്കെ, കരച്ചിൽ അല്ലേ ആൻഡ്രോസേ? അപ്പോ കരച്ചിൽ ആ കോളത്തിലുണ്ട്, അത് നേരെ എടുത്ത് എഴുതിയേ. കരച്ചിൽ, രോദനം, കരച്ചിൽ. രോദനം, കരച്ചിൽ. എന്തേ ഷംവീലേ, എഴുതി കഴിഞ്ഞോ? ഓക്കെ. രോദനം, കരച്ചിൽ എഴുതിയോ? നെക്സ്റ്റ് ശണ്ട. എന്താ ശണ്ട എന്നുള്ളതിന്റെ അർത്ഥം?
ഓക്കെ, വഴക്ക് അല്ലേ ദേവാഞ്ജന? ആ വഴക്ക് എഴുതിയേ. ശണ്ട വഴക്ക്. വൃത്തി എഴുതണേ, തെറ്റാതെ എഴുതണം. ഓക്കെ, ശണ്ട വഴക്ക്. നെക്സ്റ്റ് ഏതാ? കളങ്കം അല്ലേ? കളങ്കം. എന്താ കളങ്കത്തിന്റെ അർത്ഥം? ഇതിലുള്ളത് ചെളി എന്നാണ് അല്ലേ? കളങ്കം ചെളി എന്നാ ഉള്ളത് ഇതില്. കളങ്കം അതായത് മോശം. കളങ്കം, നിഷ്കളങ്കർ എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാത്തവര്, മോശം കാര്യങ്ങൾ, നല്ലവര്. കളങ്കം ചെളി അല്ലേ? എടുത്ത് നോക്കിട്ട് എഴുതണേ, അതിലുള്ളത് തന്നെ തെറ്റാതെ എഴുതണം. നെക്സ്റ്റ് ബാലിക. ബാലിക ആരാ? ഓക്കെ, പെൺകുട്ടി. ആ, ബാലിക പെൺകുട്ടി. നിഹാലേ ഫിനിഷ്. ഓക്കെ, പെൺകുട്ടി കഴിഞ്ഞോ? നെക്സ്റ്റ് ഏതാ? വൃദ്ധ. വൃദ്ധ. വൃദ്ധ ആരാ? കിഴവി. ഓക്കെ, വൃദ്ധ കിഴവി. വൃദ്ധ കിഴവി എഴുതിയോ കൃപ? വൃദ്ധ കിഴവി. സൂര്യദേവ് ഫിനിഷ് ആയവനെ എഴുതി കഴിഞ്ഞോ? ഓക്കെ, ഫിനിഷ്. അപ്പൊ നെക്സ്റ്റ് രണ്ടാമത്തെ പഠന പ്രവർത്തനങ്ങൾ എന്താ? പിരിച്ചെഴുതുക അല്ലെ? പിരിച്ചെഴുതാം എന്നുള്ളത്. അപ്പൊ എങ്ങനെയാ? വരുകയായിരുന്നു, അതിൽ തന്നെ ഉണ്ട് അല്ലെ? വരുക പ്ലസ് ആയിരുന്നു ആണ് വരുകയായിരുന്നു, അതിൽ തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എഴുതാനില്ല. നെക്സ്റ്റ് തട്ടിത്തെറിപ്പിക്കാൻ, തട്ടി പ്ലസ് തെറിപ്പിക്കാൻ, തട്ടിത്തെറിപ്പിക്കാൻ. അവിടെ എത്തി, അവിടെ പ്ലസ് എത്തി. ഓക്കെ, അവിടെ എത്തി. നെക്സ്റ്റ് മൂന്നാമത്തെ പഠന പ്രവർത്തനങ്ങൾ എന്താ? ഒരേ അർത്ഥം വരുന്ന പദങ്ങൾ അറിയാം അല്ലേ? ഓക്കെ, പര്യായ പദങ്ങൾ അല്ലേ? പര്യായ പദങ്ങളാണത്. അപ്പോ വഴി, മാർഗം, പാത, വീതി അല്ലേ ഷമീലെ? എഴുതിയോ? അത് എഴുതണ്ട അല്ലേ? അവിടെയുണ്ട്. മാർഗം, പാത, വീതി. നെക്സ്റ്റ് മുഖം, വദനം, ആനനം, ആസ്യം. അപ്പോ അതാണ് ഇത്ര പോലെ അല്ലേ? നെക്സ്റ്റ് വരുന്നത് നാലാമത്തെ പഠന പ്രവർത്തനങ്ങളിലെ നാലാമത്തത് ചോദ്യോത്തര മത്സരം നടത്താം എന്നുള്ളത്. അപ്പൊ ചോദ്യോത്തര മത്സരത്തിന്റെ ചോദ്യങ്ങൾ താഴെ ചേർത്തിരിക്കുന്നു, ഉത്തരം എഴുതുക. അപ്പൊ നമ്മള് ടെക്സ്റ്റ് നോട്ടിൽ എഴുതുമ്പോ ഉത്തരം എഴുതാന്ന് എഴുതാം അല്ലെ? ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ ദേവാഞ്ജന, ഒന്ന് വായിച്ചേ. അഗുൽക്കയ്ക്ക് സങ്കടവും ദേഷ്യവും ഉണ്ടാകാൻ കാരണമെന്ത്? എന്താ കാരണം സെറ? സെറ പ്ലീസ് അൺമ്യൂട്ട്. അഗുൽക്കയ്ക്ക് സെറ പോയാ? അല്ല അഗസ്റ്റിൻ പ്ലീസ് അൺമ്യൂട്ട്. യെസ് മിസ്. ഓക്കെ, പറഞ്ഞോളൂ എന്റെ ആൻസർ. അഗുൽക്കയ്ക്ക് സങ്കടവും ദേഷ്യവും ഉണ്ടാകാൻ കാരണമെന്ത്? എന്താ? നിങ്ങൾ എഴുതൊന്നും വേണ്ട. മലാശ അഗുൽക്കയുടെ മുഖത്തും ഡ്രസ് ഉടുപ്പിലും ചെളി തെറിപ്പിച്ചത് കൊണ്ട്. ചെളി തെറിപ്പിച്ചത് കൊണ്ടാണ് അഗുൽക്കയ്ക്ക് സങ്കടവും ദേഷ്യവും ഉണ്ടായതല്ലേ? ഓക്കെ, നെക്സ്റ്റ് എന്താ? സെറ ക്ലിയർ ആയോ മോളെ? ഓക്കെ, മലാശ വാവിട്ട് കരഞ്ഞത് എന്തുകൊണ്ട്? മലാശ വാവിട്ട് കരഞ്ഞത് എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ ആദിദേവേ? പ്ലീസ് അൺമ്യൂട്ട് ആദിദേവ്. അഗുൽക്കയുടെ അമ്മ മലാശയെ പിടിച്ചു നിർത്തി അടിച്ചത് കൊണ്ട്. ചൂടുള്ള അടി കൊടുത്തത് കൊണ്ടാണ് അല്ലേ? ഓക്കെ, അതുകൊണ്ടാണ് മലാശ വാവിട്ട് കരഞ്ഞത്. നെക്സ്റ്റ്
തേർഡ് ക്വസ്റ്റ്യൻ ആരാ ഒന്ന് വായിക്കുന്നേ? ഷമീൽ ഒന്ന് വായിച്ചേ മോനെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. തോട് കുഴിക്കാൻ എങ്ങനെയാണ് സഹായിച്ചത്? എങ്ങനെയാ സഹായിച്ചത് നിഹാലേ? നിഹാൽ പ്ലീസ് അൺമ്യൂട്ട് മോനെ. ഓക്കെ, എങ്ങനെയാ സഹായിച്ചു നീ തോട് കുഴിക്കാൻ മലാഷേ? അഖിൽക്കെ തോട് കുഴിക്കാൻ എങ്ങനെയാ മലാഷ സഹായിച്ചത്? മലാഷ എങ്ങനെയാ ഹെൽപ്പ് ചെയ്തിന്? എങ്ങനെയാ? ഒരു മരച്ചീള് കൈക്കലാക്കി, അങ്ങനെയല്ലേ? ഒരു മരച്ചില കൈക്കലാക്കി തോട് കുഴിക്കുന്നതിൽ സഹായിച്ചു അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഷെഫി. ഷെഫി പ്ലീസ് അൺമ്യൂട്ട്. ഷെഫി ഷാജൻ ഒന്ന് വായിച്ചേ മോളെ. അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ. ഫോർത്ത് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. കുട്ടികൾ പേടിച്ചിരിക്കാൻ. എങ്ങനെ? പൊട്ടിച്ചിരിക്കാൻ. കുട്ടികൾ കാരണം എന്ത്? എന്താ കാരണം? എന്താ കാരണം കൃപാമേരി? എന്താ കൃപ? കുട്ടികൾ പൊട്ടിച്ചിരിക്കാൻ എന്താ കാരണം? ഒഴുകുന്ന ചാലിന്റെ ഓരോ വശത്തായി പെൺകുട്ടികൾ ഓടിക്കൊണ്ടിരുന്നു. ഇരുവരും എന്ത് സന്തോഷത്തിലാണ്. പിന്നെയോ? വെള്ളച്ചാലിൽ ഒഴുകുന്ന മരച്ചീളുകൾ കണ്ട് കുട്ടികൾ പൊട്ടിച്ചിരിച്ചു അല്ലേ? അപ്പൊ അത് കണ്ടിട്ടാണ് കുട്ടികൾ പൊട്ടിച്ചിരിച്ചത് അല്ലേ? എന്തേ സിറ? ഓക്കെ, ലിസൺ ഹിയർ മോളെ. നെക്സ്റ്റ്, ആളുകൾ നാണിച്ചു തലതാഴ്ത്താൻ കാരണം എന്ത്? എന്താണ് കാരണം സൂര്യദേവേ? പ്ലീസ് അൺമ്യൂട്ട് മോനെ. ആളുകൾ നാണിച്ചു തലതാഴ്ത്താൻ കാരണം എന്ത്? എന്താ കാരണം? എവിടെയാ വരുന്നത്? നോക്കിയേ, അറിയോ? അടുത്ത ആളുടെ റെഡി ആയിട്ടുണ്ടേ, വേഗം പറ. ആളുകൾ നാണിച്ചു തലതാഴ്ത്താൻ കാരണം എന്ത്? എല്ലാവരും പെൺകുട്ടികളെ നോക്കി വൃദ്ധ പറഞ്ഞത് എത്ര ശരി. അവർ നാണിച്ചു തലതാഴ്ത്തിയുന്നുണ്ട്. അപ്പൊ എവിടെയാ വരുക അതിന്റെ ആൻസർ? കിട്ടുന്നില്ല? നെക്സ്റ്റ്, ആൻഡ്രോസ് പറഞ്ഞേ. എന്താ ആൻഡ്രോസ് അതിന്റെ ആൻസർ? പിള്ളേരുടെ വഴക്ക് കേട്ട് വൃദ്ധ പറഞ്ഞത് എത്ര ശരി. കുട്ടികളുടെ വഴക്കില് മുതിർന്നവര് പങ്കാളികളായി അല്ലേ? അത് വൃദ്ധ. ഓക്കെ, ക്ലിയർ ഇല്ലല്ലോ. ഓക്കെ, അതുകൊണ്ട് വൃദ്ധ എന്ത് പറഞ്ഞു? അവനെ കണ്ടു നോക്കിയെന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ, അങ്ങനെയാണ്. എല്ലാവരും പെൺകുട്ടികളെ നോക്കി വൃദ്ധ പറഞ്ഞത് എത്ര ശരിയാണെന്ന് അപ്പൊ അവർക്ക് ബോധ്യപ്പെട്ടു അല്ലേ? അതുകൊണ്ടാണ് ആളുകള് നാണിച്ച് തല താഴ്ത്തിയത് അല്ലേ? അല്ലേ ശ്രീദേവേ? സൂര്യദേവ് അല്ലേ? അപ്പൊ അതാണ് ക്വസ്റ്റ്യൻ ആൻസർ. മിസ് എഴുതിയിട്ട് സെൻഡ് ചെയ്ത് തരാം. മറ്റേ അർത്ഥം നിങ്ങൾ ഇതിൽ നോക്കി എഴുതാൻ പറ്റുമോ? പാഠം 3
എന്താ എഴുതണം? പാഠം 3 കുട്ടികളെ കണ്ട് പഠിക്കൂ എന്ന ഹെഡിങ് എഴുതണം കേട്ടോ. എഴുതുന്ന സമയം നിങ്ങൾ നീറ്റ് ആയിട്ട് തന്നെ എഴുതണം. പാഠം 3 എന്ന് എഴുതണം. അത് കഴിഞ്ഞിട്ട് അതിന്റെ പേര് എഴുതണം. എന്നിട്ട് അർത്ഥം എഴുതുക എന്ന് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണം? രോദനം, കരച്ചിൽ, ശണ്ട, വഴക്ക്. വലയത്തിൽ നിന്നും ശരിയായ അർത്ഥം കണ്ടുപിടിക്കാമെന്നൊന്നും എഴുതണ്ട, അർത്ഥം എഴുതുക. അതുപോലെ നെക്സ്റ്റ് പിരിച്ചെഴുതുക രണ്ടാമത്തത്. മൂന്നാമത്തെ ഒരേ അർത്ഥം വരുന്ന വാക്കുകളിൽ തന്നെ പര്യായ പദങ്ങൾ എഴുതുക എന്ന് എഴുതുക. അപ്പൊ മിസ് എന്നെ എഴുതരണോ? പ്ലീസ് അൺമ്യൂട്ട് സുസൈൻ. എന്നോ ചോദിക്കാറുണ്ട്, പറഞ്ഞോ. ഇത് അല്ല, ക്വസ്റ്റ്യൻ ആൻസർ മിസ് സെൻഡ് ചെയ്ത് തരും. ഈ അർത്ഥം നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? ടെക്സ്റ്റ് ഉണ്ടോ എല്ലാവർക്കും? ഇപ്പം മിസ് വായിച്ചത് മോക്ക് മനസ്സിലായില്ലേ? മൂന്നാമത്തെ പാഠത്തിന്റെ അർത്ഥം രോദനം, കരച്ചിൽ. വേണ്ട, ഞാൻ തന്നെ എഴുതി സെൻഡ് ചെയ്ത് തരാം. നിങ്ങൾ എല്ലാവരും എഴുതിയിട്ടില്ലെങ്കിലോ, സ്വന്തം എഴുതാൻ പറഞ്ഞിട്ട്. ഓക്കെ, അതായത് 14, പേജ് നമ്പർ 14 ആണ്. അത് തന്നെയല്ലേ മോള് കാണിച്ചേ? ഓക്കെ, അതെ. അപ്പൊ അത് നിങ്ങൾ എഴുതുന്ന കഴിയാൻ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതും, എന്ത് വലയിൽ ശരിയായ അർത്ഥം കണ്ടുപിടിക്കാം എന്നുള്ളത്. അങ്ങനെ എഴുതാൻ പാടില്ല, അർത്ഥം എഴുതുകാന്ന് എഴുതിയാൽ മതി. അപ്പൊ ഞാൻ എഴുതിത്തരാം, ഫുൾ എഴുതി അയച്ചു സെൻഡ് ചെയ്ത് അല്ലേ. നെക്സ്റ്റ് അഞ്ചാമത്തെ. മറ്റേത് അങ്ങനെയല്ലേ കിട്ടിയത്? ഫസ്റ്റ് സെക്കൻഡും കിട്ടിയില്ലേ മോക്ക്? 1ഉം 2ഉം പാഠത്തിന്റെ എഴുതി കഴിഞ്ഞു. ഒന്നാമത്തെ മിസ് പേഴ്സണലിൽ അയച്ചു തന്നു അല്ലേ? അതേ കിട്ടിയിട്ട് ഏത്? അതായത് പാഠത്തിന്റെ പേര് വരുമ്പോളെ നല്ല ദിവസത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസറും അർത്ഥവും ഒക്കെ എഴുതിയോ? പാഠം 1 നല്ല ദിവസം അല്ലേ? കണ്ടോ? ഒന്നാമത്തെ കണ്ടോ പാഠം? പേജ് നമ്പർ 5. കണ്ടോ മോളെ? ഇടക്ക് ക്ലാസ്സിൽ ഇല്ലാതിരിക്കും. എന്താ മോനെ? പ്ലീസ് അൺമ്യൂട്ട്. ടീച്ചർ അത് എഴുതി കഴിഞ്ഞോ? ഓക്കെ, നെക്സ്റ്റ് വായിക്കാം. 2 അമ്മമാരും എന്താണ് വേണ്ടത്? എന്തായി? തമ്മിൽ വഴക്കായി. ഓക്കെ, എഴുതിയേ. തമ്മിൽ വഴക്കായി. 2 അമ്മമാരും തമ്മിൽ വഴക്കായി അല്ലേ? നോക്കി എഴുതണേ, തെറ്റ് വരുത്തരുത്. ടെക്സ്റ്റ് ക്ലിയർ ആയിരിക്കണം. തമ്മിൽ വഴക്കായി. നെക്സ്റ്റ് എന്താണ്? ചെറാ, നല്ല സ്റ്റൈൽ ഉണ്ടടാ കാണാൻ. ചെറ നല്ല സ്റ്റൈലെല്ലാം നോക്കി ഇങ്ങനെ ഇരിക്കുക, നല്ല ചെറാ. ഓക്കെ, നെക്സ്റ്റ് വൃദ്ധയുടെ വാക്കുകൾ അല്ലേ? വൃദ്ധയുടെ വാക്കുകൾ ആരും ശ്രദ്ധിച്ചില്ല. വൃദ്ധയുടെ വാക്കുകൾ ആരും ശ്രദ്ധിച്ചില്ല. അഗസ്റ്റിൻ വീഡിയോ ഓൺ ചെയ്തേ മോളെ. അല്ല, ഓക്കെ. വൃദ്ധയുടെ വാക്കുകൾ ആരും ശ്രദ്ധിച്ചില്ല. വൃദ്ധയുടെ വാക്കുകൾ ആരും കഴിഞ്ഞോ? ശ്രദ്ധിച്ചില്ല. നെക്സ്റ്റ് പൊട്ടിച്ചു വിട്ട വെള്ളം എവിടെ പോയി? തെരുവിൽ കൂടി ഒഴുകി. ഓക്കെ, തെരുവിൽ കൂടി ഒഴുകി. എന്തേ ഷംബീലെ? അൺമ്യൂട്ട് ചെയ്തോ മോനെ. തെരുവിൽ കൂടി ഒഴുകി എഴുതിയോ? കംപ്ലീറ്റ് ആയോ? ദേവാഞ്ജന കട്ടായി പോയ മോളെ? കട്ടായി പോയാ? എഴുതിയോ? അതും കൂടെ എഴുതി. ബാക്കി ഒരു 1-2 എണ്ണം പറഞ്ഞു, ബാക്കിയും കൂടെ എഴുതിക്കോ.
വൃദ്ധയുടെ വാക്കുകൾ ആരും ശ്രദ്ധിച്ചില്ല എന്ന് എഴുതി. പിന്നെ അഞ്ചാമത്തെ പഠന പ്രവർത്തനങ്ങൾ. പൊട്ടിച്ചു വിട്ട വെള്ളം തെരുവിൽ കൂടി ഒഴുകി. കഴിഞ്ഞോ? എല്ലാവർക്കും ഫിനിഷ്? എല്ലാവർക്കും ഫിനിഷ് ആയോ? അബ്ദുൽ ബാസിദ് എഴുതിയ മോനെ? ഓക്കെ, ഗുഡ്. ഓക്കെ ഓക്കെ. ആൻഡ്രോസ് കഴിഞ്ഞു അല്ലേ മോളെ? ഷെഫി കഴിഞ്ഞു. അപ്പൊ പൊട്ടിച്ചു വിട്ട വെള്ളം തെരുവിൽ കൂടി ഒഴുകി അല്ലേ? നെക്സ്റ്റ് എന്താ? നമുക്കൊരു കഥ രചിക്കാം അല്ലേ? അങ്ങനെയാണുള്ളത്. താഴെ ആറാമത്തെ പഠന പ്രവർത്തനങ്ങൾ 6 വായിച്ചു കണ്ടോ നിങ്ങളെ? നമുക്കൊരു കഥ രചിക്കാം. കുഞ്ഞാറ്റക്കുരുവിയും മക്കളും പാർത്തിരുന്നത് പനയോലത്തുമ്പത്തുള്ള ഒരു കുഞ്ഞിക്കൂട്ടിലാണ്. ദിവസവും കൊമ്പനാന അതുവഴി കടന്നു പോകാറുണ്ടായിരുന്നു. വരുമ്പോഴും പോകുമ്പോഴും അവൻ ആ പന ഒന്ന് കുലുക്കും. ഈ സമയത്ത് കൂട്ടിനകത്തെ കുഞ്ഞിക്കുരുവികൾ പേടിച്ചുറക്കെ കരയും. അത് പതിവായപ്പോൾ ഒരു ദിവസം കുഞ്ഞാറ്റക്കുരുവി ചോദിച്ചു, കൊമ്പച്ചാരെ വമ്പച്ചാരെ, നിനക്ക് വെറുതെ അങ്ങ് പോയാൽ പോരെ? മരം കുലുക്കി എന്റെ മക്കളെ കരയിപ്പിക്കണോ? ഈ ചോദ്യം കൊമ്പനാനയ്ക്ക് പിടിച്ചില്ല. അവൻ പറഞ്ഞു, അമ്പടി കേമി, അത്രക്കായോ? എന്റെ കൊമ്പിന്റെ ശക്തിയും വമ്പിന്റെ വലിപ്പവും നീ കണ്ടിട്ടില്ല. ഇതാ കണ്ടോളൂ. ഒരു കഥയുടെ തുടക്കമാണിത്. സ്വന്തം ഭാവനയ്ക്കനുസരിച്ച് നിങ്ങൾ ഈ കഥ പൂർത്തിയാക്കൂ. പൂർത്തിയാക്കാനാവോ നിങ്ങൾക്ക് എല്ലാവർക്കും? എങ്ങനെയാ പൂർത്തിയാക്കുക? ഒരു കഥയുടെ ഹിന്റ് അവിടെ തന്നിട്ടുണ്ട് അല്ലേ? നിങ്ങൾക്ക് അറിയോ? ഒന്ന് എഴുതി നോക്കിയാലോ നിങ്ങള്? എന്താണ് കഥയുടെ പറഞ്ഞത്? കുഞ്ഞാറ്റക്കുരുവിയും മക്കളും പാർത്തിരുന്നത് പനയോലത്തുമ്പത്തുള്ള ഒരു കുഞ്ഞി കൂട്ടിലാണ്. ദിവസവും ഒരു കൊമ്പനാന അതുവഴി കടന്നു പോകാറുണ്ടായിരുന്നു. ഇതൊരു കഥ എഴുതിക്കോന്നാ പറഞ്ഞത്. ഇതിന്റെ ബാക്കി നമ്മൾ മനസ്സിലായോ? അത് വായിച്ചു നോക്കണം നല്ല പോലെ. നമുക്കത് ഭാവനയുണ്ടോ നോക്കാലോ നമ്മൾക്ക് അല്ലേ? കഥയിൽ എഴുതാൻ പറ്റുന്നുണ്ടോന്ന്. ഓക്കെ. അപ്പോ കുഞ്ഞാറ്റക്കുരുവിയും മക്കളും പാർത്തിരുന്നത് പനയോലത്തുമ്പത്തുള്ള ഒരു കുഞ്ഞിക്കൂട്ടിലാണ്. ദിവസവും ഒരു കൊമ്പനാന അതുവഴി കടന്നു പോകാറുണ്ടായിരുന്നു. വരുമ്പോഴും പോകുമ്പോഴും അവൻ ആ പന ഒന്ന് കുലുക്കും അല്ലെ? വരുമ്പോഴും പോകുമ്പോഴും എന്ത് ചെയ്യും? ആ പന ഒന്ന് കുലുക്കും. ഈ സമയത്ത് കൂട്ടിനകത്തെ കുഞ്ഞിക്കുരുവികൾ പേടിച്ചുറക്കെ കരയും. ഇത് പതിവായപ്പോൾ ഒരു ദിവസം കുഞ്ഞാറ്റക്കുരുവി ചോദിച്ചു, കൊമ്പച്ചാരെ വമ്പച്ചാരെ, എന്നൊക്കെ വെറുതെ അങ്ങ് പോയാ പോരെ? ഈ മരം പിടിച്ച് കുലുക്കണോ? മരം കുലുക്കി എന്റെ മക്കളെ കരയിപ്പിക്കണോ എന്ന് ചോദിച്ചു. ഈ ചോദ്യം കൊമ്പനാനയ്ക്ക് പിടിച്ചില്ല. അവൻ പറഞ്ഞു, അമ്പടി കേമി, അത്രക്കായോ? എന്റെ കൊമ്പിന്റെ ശക്തിയും വമ്പിന്റെ വലിപ്പവും നീ കണ്ടിട്ടില്ല. ഇതാ കണ്ടോളൂ. ഒരു കഥ ഇവിടെ തുടക്കമാണ്. എന്നാ എനിക്ക് തോന്നുന്നിപ്പോ അവന്റെ അത് എന്ത് ചെയ്യുന്നു? പിടിച്ചു കുളിക്കരുത് അല്ലേ? അപ്പൊ എന്താ തോന്നുന്നത്? ഒരു കഥയുടെ തുടക്കമാണിത്. സ്വന്തം ഭാവനയ്ക്കനുസരിച്ച് നിങ്ങൾ ഈ കഥ പൂർത്തിയാക്കൂ. എല്ലാരും ഒന്ന് പൂർത്തിയാക്കി നോക്കൂ ഇന്ന്. നെക്സ്റ്റ്. ഓക്കെ, ദേവാഞ്ജന പൂർത്തിയാക്കും, കൃപാമേരി ആക്കും. ഓക്കെ, സൂര്യദേവ്, ആദിദേവ്, നെക്സ്റ്റ് ക്രിസ്റ്റി സിൻഡോ. ഓക്കെ, ഷെഫി ഷാജൻ, അൽനാഗസ്, എല്ലാരും കംപ്ലീറ്റ് ചെയ്യും അല്ലേ? ഓക്കെ, ഗുഡ്. അപ്പൊ എന്താ നിങ്ങളുടെ ഭാവനയ്ക്ക് തോന്നുന്നത്? ഇപ്പൊ എന്താണ് പറഞ്ഞിനി? ദിവസവും കുലുക്കിക്കൊണ്ട് പോവല്ലേ ആന? അപ്പൊ എന്താണ് ഇനി സംഭവിക്കാന്ന് ഇനി എഴുതണ്ട് നിങ്ങൾ? ബാക്കി നിങ്ങളുടെ ഭാവനയ്ക്ക് പാരഗ്രാഫിൽ വന്നാ മതി അല്ലേ ദേവപ്രിയ? ഓക്കെ, അങ്ങനെ എഴുതിയാ മതി കേട്ടോ. സെറ, എന്നാ പരിപാടി? എന്നാ വായിലിടുന്നേ? ഞാൻ എല്ലാം ഇവിടുന്ന് കാണുന്നുണ്ട് നിന്റെ കുരുത്തക്കേട്. ഓക്കെ, അപ്പോ എന്താ ദേവാഞ്ജന? പറഞ്ഞോ, അൺമ്യൂട്ട് ചെയ്തോ മോളെ.
നോട്ട്ബുക്കിൽ മതിയാ ആ നോട്ട്ബുക്കിൽ ഏതെങ്കിലും ഒരു വൈറ്റ് പേപ്പറിൽ എഴുതിയാലും മതി. നോട്ട്ബുക്കിൽ എഴുതിയിട്ടോ കുഴപ്പമില്ല. ബാക്ക് സൈഡിൽ എഴുതിക്കോ കേട്ടോ മോളെ. ഇപ്പുറത്തെ എഴുതണ്ട, നമ്മള് സാധാരണ നോട്ടിൽ എഴുതണ്ട, ബാക്കിലോ റഫ് ബുക്കിൽ. ആ കേട്ടോ. ആ കഥയൊന്ന് പൂർത്തിയാക്കേ. മിസ് പറഞ്ഞു തന്നാ പിന്നെ അതിന്റെ രസമില്ല. ഓക്കെ. പിന്നെ ഇതിൽ പിന്നെ പറഞ്ഞ ടോൾസ്റ്റോയുടെ ബാലകഥകൾ കൂടുതലായി വായിക്കുക. നിങ്ങൾ കഥകളിൽ വായിച്ചോ കേട്ടോ. ഇതാരാ അഗ്നസിന്റെ കൂടെ ഒരാളെ കാണുന്നേ? അപ്പോ ഇനി നെക്സ്റ്റ് എന്നാ പറയുന്നത്? ഏഴാമത്തെ എന്നാ പറയുന്നത്? നമുക്കൊരു നാടകം കളിക്കാം. നമുക്ക് ക്ലാസ്സിലാണെങ്കിൽ ഒരു നാടകമൊക്കെ കളിക്കായിരുന്നു അല്ലേ? കൊറോണ നമ്മളെ വല്ലാതെ അങ്ങ് പറ്റിച്ചു അല്ലേ? അഗുൽക്കയുടെയും മലാഷയുടെയും കഥ നാടകമാക്കി മാറ്റി എഴുതാം. ഗ്രൂപ്പുകൾ ചേർന്ന് നാടകം അവതരിപ്പിക്കുകയും ചെയ്യാം. ചിത്രകഥാരൂപത്തിൽ രചന നടത്തിയാൽ അത് തന്നെ നാടകത്തിലുള്ള സ്ക്രിപ്റ്റായി ഉപയോഗിക്കാന്നാ പറയുന്നത്. നമുക്കിപ്പോ അതൊന്നും പറ്റില്ല അല്ലേ? അപ്പൊ എല്ലാവരും ഈ കഥയൊന്നും എഴുതി കേട്ടോ. അപ്പൊ നെക്സ്റ്റ് തേഴ്സ്ഡേ എക്സാം ഉണ്ട്, എല്ലാരും ഓർക്കണം. ഓക്കെ, നെക്സ്റ്റ് തേഴ്സ്ഡേ കേട്ടോ. രണ്ടാമത്തെ പാഠം. ഓക്കെ, എല്ലാരും നല്ലപോലെ പഠിച്ചിട്ട് തന്നെ വരണം. കഴിഞ്ഞ കുറെ കുട്ടികൾ കുറച്ച് മിസ്റ്റേക്ക് എല്ലാം വരുത്തിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം മാറ്റിയിട്ട് അടുത്ത പാഠം സൂപ്പർ ആക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ്സിന്റെ ടൈം ഏകദേശം കഴിഞ്ഞു. എന്താ ദേവാഞ്ജന, ക്ലിയർ ഇല്ലല്ലോ മോളെ? കഴിഞ്ഞ പരീക്ഷയുടെ മാർക്ക് എത്രയാന്ന് പറഞ്ഞിട്ടാ. കഴിഞ്ഞ പരീക്ഷയുടെ മാർക്ക് ഞാൻ വാട്സപ്പിൽ ഒരാൾക്ക് ഇട്ടുതന്നല്ലോ. ദേവാഞ്ജനക്ക് എത്രയായിരുന്നു? 10 അല്ലേ? 10 ഔട്ട് ഓഫ് 10. അപ്പൊ അങ്ങനെ ഓരോ ആൾക്കും അവരവരെ വാട്സപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, മിസ്സിന് അയച്ചു തന്നവർക്ക് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും പഠിച്ചിട്ട് വരണേ. ബൈ, സി യു നെക്സ്റ്റ് ക്ലാസ് കാണാം കേട്ടോ. ഓക്കെ, എല്ലാവരോടും ബൈ പറയാം. ഓക്കെ, താങ്ക് യു, വെൽക്കം. ഓക്കെ, ബൈ.